ഒറ്റയടിക്ക് 993 രൂപ വാണിജ്യവാതകത്തിന് വില വർദ്ധിച്ചപ്പോൾ അത് ഹോട്ടൽ മേഖലയെ ഒന്നടങ്കം ബാധിക്കുകയാണെന്നും പല ഹോട്ടലുകളും കോഴിക്കോട് നഗരത്തിൽ ചെറിയ ഹോട്ടലുകളൊക്കെ തന്നെ ഇതിനോടകം അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ പെട്ടെന്നുള്ള വിലവർദ്ധനവ് അത് വീണ്ടും ഹോട്ടൽ മേഖലയെ താളം തെറ്റിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ ചായക്കൊക്കെ ഇവിടെ 15 രൂപയാക്കിയിട്ട് കോഫിക്ക് 20 രൂപയൊക്കെയാണ്. ഇനിയിപ്പോൾ വില വർദ്ധിച്ച ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വില കൂട്ടാന്ന് പറയുമ്പോൾ നടക്കില്ല. കോഴിക്കോടുള്ളൊരു പ്രധാനപ്പെട്ട കടയാണ്, അജിയേട്ടൻ്റെ കടയാണ്, ചായക്കടയെന്നാണ് ഈ കടയെ പറയുന്നത്. കാരണം ഇവിടെ എപ്പോഴും ചായ കിട്ടും. അപ്പോൾ ചായ എപ്പോഴും ഇങ്ങനെ ഗ്യാസിൻ്റെ പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതൊരു പ്രതിസന്ധിയാണ്. കാരണം ഗ്യാസ് ഇങ്ങനെ പോവുകയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ കത്തിങ്ങോട്ട് വെക്കണം. നിലവിൽ 15 രൂപയാക്കിയത് ഇനി ഒരു 2 രൂപ കൂടെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? 5 രൂപ തന്നെ. 3000-ന് മുകളിലാണ് ഒരു സിലിണ്ടറിന് വില വരുന്നത്. അതെങ്ങനെ മുതലാവും? മെനക്കെടും. പണിക്ക് സ്റ്റാഫിനൊക്കെ കുറയ്ക്കുക, നമ്മളതിനെ മെനക്കെടുക. ഒരു അധ്വാനത്തിൻ്റെ കൂലി കിട്ടും. നിലവിലിപ്പം എത്ര സിലിണ്ടർ വേണ്ടി വരും ഒരു ദിവസത്തേക്ക്? സിലിണ്ടർ ഞങ്ങൾ ഇവിടെ ദിവസം 3 ഇറക്കലുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം അങ്ങനെ കിട്ടൂല. ചിലപ്പോൾ ഒരു 1 വെക്കും, ചിലപ്പോൾ 2 വെക്കും, ചിലപ്പോൾ 2 ദിവസത്തെ ലോഡില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കളി. ശരിയായിട്ട് കിട്ടൂല. ഇതുതന്നെയാണ് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചേട്ടാ, ഗ്യാസിനൊക്കെ വില കൂടി. അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഹോട്ടലുകാരും വിഭവങ്ങൾക്ക് വില കൂട്ടും. സാധാരണക്കാരൻ എങ്ങനെ ആഹാരം കഴിക്കും? വളരെ ദയനീയമായ അവസ്ഥ. ഇപ്പം തന്നെ ഹോട്ടലിൽ ഗ്യാസ് കിട്ടാനില്ലാത്തതിനെ കൊണ്ട് ചില സ്ഥലങ്ങളിൽ ചായ ഇല്ല, ചില സ്ഥലങ്ങളിൽ ചോറില്ല. അങ്ങനെ സ്ഥിതിയാണ്. ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ സ്ഥിതി. ഇപ്പം തന്നെ ഒരു ഹോട്ടലിൽ ലക്ഷ്യമിട്ടിട്ടായിരിക്കും പോകുക. അവിടെ ചോറുണ്ടാവില്ല. ഇപ്പോൾ പിന്നെ ചോറ് തപ്പി പോകുന്നു. അങ്ങനെ സ്ഥിതിയിലേക്ക് അപ്പോൾ പോയിക്കൊണ്ടിരിക്കും. വലിയൊരു വിലവർധനയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഇനിയുള്ള നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് ഹോട്ടൽ ഉടമകളൊക്കെ തന്നെയും പറയുന്നത്. അരുൺ കിഷോറിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.